ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ഹരിശ്രീഗണപതേ നമഃ. വിഘ്നമസ്തു. ഹരി ഓം. ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 15ാം ദശകം കപിലോപദേശം. 7ഉം 8ഉം ശ്ലോകങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. ഇന്ന് നമുക്കെടുക്കേണ്ടത് 9ഉം 10ഉം ശ്ലോകങ്ങൾ. ഇതോടുകൂടി 15ാം അധ്യായം കഴിയും. അപ്പം കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞത് ഒരു അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അത് അനുഭവിക്കുന്ന ഓരോരോ ഇത് എല്ലാം വിസ്തരിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ 3ാം സ്കന്ധത്തിലെ 31 വരെയുള്ള അധ്യായങ്ങളിലെ ചുരുക്കങ്ങളാണ് ഈ എല്ലാ ശ്ലോകങ്ങളെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം 8ാം ശ്ലോകത്തോടു കൂടി കഴിഞ്ഞു. ഇനി 9ഉം 10ഉം, 9ാമത്തെ ശ്ലോകം കൺക്ലൂഷൻ, അതായത് ഉപസംഹാരം. 10ാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർജി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ രോഗങ്ങളെയെല്ലാം മാറ്റിത്തരണേന്ന്. അപ്പോൾ അത് രണ്ടും കൂടി നമുക്കിന്ന് നോക്കാം. ശ്ലോകം 2 ആദ്യം ഒന്ന് വായിക്കാം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. വിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പീതാംബരങ്കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്ലോകം 9. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഖ്യൈഃ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്താ ത്വമഭിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം പരമ കിമു ബഹൂക്ത്യാ ത്വത്പദാംബോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയുപാധൽസ്വഭക്തിം. ഇതാണ് ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകം നോക്കാം. ഇതി സുവിദിത വേദ്യാം ദേവ ഹേ ദേവഹൂതിം കൃത നുതിം അനുഗ്രഹ്യ ത്വം ഗതഃ യോഗിസംഖ്യൈഃ വിമലമതിഃ അഥ അസൗ ഭക്തിയോഗേന മുക്ത ത്വം അഭി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗ് ഉദീച്യാം പരമ കിമു ബഹു ഉക്ത്യാ ത്വത് പദാംഭോജ ഭക്തിം സകല ഭയ വിനേത്രീം സർവകാമഃ ഉപനേത്രീം വദസി ഖലു ദൃഢം ത്വം തത് വിധൂയ ആമയാൻ വിധൂയ ആമയാൻ മേ ഗുരുപവനപുരേശ ത്വയി ഉപാധൽസ്വ ഭക്തി. ഇനി അതൊന്നും കൂടി വായിക്കാം. ഇതി സുവിധവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഖ്യൈഃ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്താ ത്വമഭിജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. ഇവിടെ ഇതി ഇപ്രകാരം സുവിദിത നന്നായി അറിയപ്പെട്ട വേദ്യ അറിയപ്പെടേണ്ടത് ഒക്കെ അറിഞ്ഞ എന്നർത്ഥം. സുവേദിത വേദ്യാം അറിയപ്പെടേണ്ടതൊക്കെ അറിഞ്ഞ ഹേ ദേവ അല്ലയോ ദേവ
ദേവഹൂതിയും കൃത, ദേവഹൂതി ചെയ്തു. എന്താ കൃത എന്ന് പറഞ്ഞാൽ ചെയ്യുക. നുതിയും അനുഗ്രഹിക്കുക, നുതിയെ ചെയ്തു അല്ലേ. ദേവഹൂതി ദേവിക്ക് ഭഗവാൻ തത്വങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഉപദേശമൊക്കെ കൊടുത്ത് മനസ്സിലാക്കി. ദേവഹൂതി അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഭഗവാനെ സ്തുതിച്ചു. നുതി ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക. നുതി സ്തുതി, സ്തുതിച്ചു. ത്വം അനുഗ്രഹ്യ, അങ്ങ് അനുഗ്രഹിച്ചു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി. അപ്പോഴോ എന്നിട്ട് എന്ത് ചെയ്തു? അനുഗ്രഹിച്ചിട്ട് ത്വം ഗതഹ, അങ്ങ് പോയി. എങ്ങോട്ട്? പ്രാഗ് ഉദീച്ച, പ്രാഗ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, ഉദീചി എന്ന് പറഞ്ഞാൽ വടക്ക്, വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോയി. യോഗി സംഘൈഹി, യോഗീശ്വരന്മാരോട് കൂടി അങ്ങ് പുറപ്പെട്ടു, അങ്ങ് പോയി. വിമലമതിഹി അഥ അസൗ, രഥ എന്ന് പറയാൻ പാടില്ല, വിമലമതി, ശുദ്ധമായ മതിയോടുകൂടി, മതി ബുദ്ധി മനസ്സെന്നൊക്കെ അർത്ഥം. അഥ അപ്രകാരം. അസൗ, അസൗ എന്ന് പറഞ്ഞാൽ അവൾ, അവൾ എന്ന് പറഞ്ഞാൽ ആരാത്? ദേവഹൂതി ദേവി. ഭക്തിയോഗേന മുക്ത, ഭക്തിയോഗം കൊണ്ട് മുക്തയായി തീർന്നു, മുക്തിയെ നേടി ദേവി. ത്വം അഭി, അങ്ങാകട്ടെ ജനഹിതാർത്ഥം, ജനങ്ങളുടെ നന്മയ്ക്കായിക്കൊണ്ട് പ്രാഗുദീച്യാം വർത്തസെ, വടക്ക് കിഴക്ക് വടക്ക് ഭാഗത്ത് പോയി വസിച്ചു. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗ്രഹ്യ ത്വം ഗതോ യോഗിസംഘൈഃ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്ത ത്വമഭി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. ഇനി അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ ചൊല്ലിയിട്ട് നോക്കാം. അല്ലയോ ദേവ, അങ്ങയാൽ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ട ആത്മതത്വങ്ങൾ ഗ്രഹിച്ച് അങ്ങയിലുള്ള ഭക്തി അതിശയത്താൽ അങ്ങയെ സ്തുതിച്ച് കീർത്തനങ്ങൾ ആലപിക്കുന്ന ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് യോഗീശ്വരന്മാരോടുകൂടി അങ്ങ് അവിടെ നിന്നും പോയി. അതിനുശേഷം ഭക്തിയോഗത്താൽ നിർമ്മല ബുദ്ധിയായി തീർന്ന ദേവഹൂതി മുക്തയായി ഭവിച്ചു. അങ്ങാകട്ടെ ലോക അനുഗ്രഹപരനായി വടക്ക് കിഴക്കേ ദിക്കിൽ വസിച്ചു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം.